5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2 വയസ്സുള്ള ദേവേന്ദുവിനെ എന്തിനാണ് സ്വന്തം അമ്മ കിണറ്റിലെറിഞ്ഞ് കൊന്നത്? വളരെ വലിയൊരു ചോദ്യമാണ് കേരള സമൂഹം ചോദിക്കുന്നത്. ബാലരാമന്റെ അടുത്ത് 2 വയസ്സുള്ള ഒരു ദേവേന്ദു എന്ന് പറയുന്ന സ്വന്തം മകളെ അമ്മ ശ്രുതി 4.5 മാസം മുമ്പ് ജനുവരി 30-ന് എന്തിനാണ് സ്വന്തം കിണറ്റിലെറിഞ്ഞ് കൊന്നത്? കിണറ്റിലെറിഞ്ഞ് കൊന്നതിന് ശേഷം സഹോദരൻ, അതായത് ദേവേന്ദുവിൻ്റെ അമ്മാവൻ ദേവേന്ദുവിൻ്റെ അമ്മയായ ശ്രുതിയുടെ സഹോദരൻ ഹരികുമാർ, ദേവേന്ദുവിൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന ഹരികുമാറാണ് ഇത് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് അവർ അങ്ങനെ കേസിന് വഴിത്തിരിവ് ഉണ്ടാക്കി ഹരികുമാർ ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ വെച്ചാണ് അടുത്ത വേറൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. റൂറൽ SP ആയിട്ടുള്ള K. സുദർശനൻ ജയിൽ സന്ദർശിക്കുന്നു. അപ്പോഴാണ് തനിക്കൊരു കാര്യം പറയാനുണ്ടെന്നുള്ളതിൽ ഹരികുമാർ നിർബന്ധിക്കുകയും ആദ്യം സുദർശനൻ സമ്മതിക്കാതിരിക്കുക, അവസാനം നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ SP അത് സമ്മതിക്കുന്നു. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് SP-യോട് ഇദ്ദേഹം മനസ്സ് തുറക്കുന്നു. ഞാനല്ല കുഞ്ഞിനെ കൊന്നത്, എൻ്റെ സഹോദരി ശ്രുതിയാണത് ചെയ്തത്. ശ്രുതിയുടെ വഴിവിട്ട നീക്കങ്ങൾക്ക് ഈ കുഞ്ഞ് തടസ്സമാകുമോ? വളർന്നു വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് മോശമായി ഇതിനൊക്കെ പ്രതികരിക്കും. അമ്മയുടെ വഴിവിട്ട നീക്കങ്ങളെ കുഞ്ഞ് എതിർക്കുമോ എന്ന് ഭയന്നിട്ടാണ് അവർ കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഹരികുമാറിനെ വെളിപ്പെടുത്തൽ വല്ലാത്തൊരു ട്വിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ കേസ് 4.5 മാസം മുമ്പ് നടന്നതാണ്. ട്വിസ്റ്റ് ആയപ്പോഴാണ് പോലീസ് തീരുമാനിച്ചതെങ്കിൽ ഹരികുമാറിനെയും ശ്രുതിയെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആൾമോസ്റ്റ് ഏകദേശം നല്ല രീതിയിൽ ഹരികുമാർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നുണ പരിശോധനയ്ക്ക്. അതേസമയം ശ്രുതി കൂടി സഹകരിക്കുമോ? ഒരാൾ സഹകരിക്കാതെ അല്ലെങ്കിൽ ഇവിടെ അനുവാദമില്ലാതെ നുണ പരിശോധന നടത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അപ്രായോഗികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോയി എൻ്റെ അനുവാദമില്ലാതെ എനിക്ക് നുണ പരിശോധനയ്ക്ക് എനിക്ക് വിധേയമാകാൻ താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞാൽ പിന്നെ നുണ പരിശോധന വഴിയിൽ നിൽക്കും. എന്തായാലും എന്തിനാണ് അമ്മ കൊന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. അമ്മയുടെ വഴിവിട്ടുള്ള പോക്കുകൾക്ക് വേണ്ടി പെൺകുട്ടിയായ കുഞ്ഞ് ദേവേന്ദു വളർന്നു വന്നാൽ തടസ്സമാകുമോ? ഒന്നാമത്തെ ചോദ്യം. എന്താണ് അമ്മയുടെ വഴിവിട്ടുള്ള ചിന്ത? വേറെ കല്യാണം കഴിക്കലാണോ? അതോ മറ്റ് പുരുഷന്മാരുമായിട്ടൊക്കെ ഇടപഴകി പൈസ ഉണ്ടാക്കലാണോ? എന്താണ് ഈ വനിതയുടെ ലക്ഷ്യം? ശ്രുതി എന്ന് പറയുന്ന അമ്മയുടെ ലക്ഷ്യം എന്തു തന്നെയായിരുന്നാലും 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലാൻ ഈ അമ്മയ്ക്കാരാണ് അവകാശം നൽകിയത്. അതിനെ എന്തുകൊണ്ട് അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കിയില്ല? തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിലിൽ കൊണ്ട് രഹസ്യമായി ഇട്ടിട്ട് പോയാൽ അത് ഒരു ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്ത് തെക്കാടുള്ള അമ്മത്തൊട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകാമല്ലോ. ആ ദേവേന്ദുവിന് അവരൊരു പേരുമൊക്കെ ഇട്ട് അവരവിടെ വളർത്തും. അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിൽ എത്തിക്കാം, മറ്റ് ബന്ധുമിത്രാദികൾക്ക് വിട്ടുകൊടുക്കാം, ദത്തെടുക്കുന്നവർക്ക് കൊടുക്കാം, എത്രയോ ആളുകൾക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാം. അതൊന്നും കൊടുക്കാതെ ദേവേന്ദു പിന്നെ എന്തിനാണ് ശ്രുതി കൊന്നത്? ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളത് ഹരികുമാറിൻ്റെ മൊഴി മാത്രമാണ്. ഞാനല്ല സാർ തെറ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ സഹോദരിയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, അവളാണ് ഈ കുഞ്ഞിനെ കൊന്നതെന്ന് പറയുന്നു. എങ്കിൽ എന്തിന്? വലിയൊരു ചോദ്യമുണ്ട്. നമ്മൾ തിരുവാങ്കുളത്തൊരമ്മ കുഞ്ഞിനെ കൊണ്ടുപോയി 4 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയി ആറ്റിലെറിഞ്ഞ കഥ നമ്മൾ കേൾക്കുകയും ഞാൻ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്തതാണ്. എന്തിനാണ് അമ്മമാർ ഇങ്ങനെ ചിന്തിക്കുന്നത്? അമ്മയെ അതിന് പ്രേരിപ്പിക്കുന്ന സാമൂഹ്യ ഘടകം എന്താണ്? അതിൻ്റെ സാമ്പത്തിക ഘടകം എന്താണ്? അതിൻ്റെ കുടുംബപരമായ പശ്ചാത്തലം എന്താണ്? ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കൊല്ലുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ലയോ എന്നറിയുവാൻ നമുക്ക് താല്പര്യമുണ്ട്. ഈ കുഞ്ഞിനെ പ്രസവിക്കുവാൻ മാത്രം അമ്മയ്ക്ക് അവകാശമുള്ളൂ. കൊല്ലാൻ അമ്മയ്ക്കെന്നല്ല, ഒരു നീതിപീഠത്തിന് പോലും ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൊല്ലാൻ അവകാശമില്ല. ഇവിടെ വരുന്ന ഒരു ജീവനെ കൊല്ലാനും ആർക്കും അവകാശമില്ല. ആത്മഹത്യ ചെയ്യാൻ പോലും നമുക്ക് അവകാശമില്ല. പോലീസ് കേസെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ജീവനുകളെ രക്ഷിക്കുന്ന പവിത്രമായ നിയമങ്ങളുള്ള ഈ രാജ്യത്ത് എന്തിനാണ് ഒരു അമ്മ ഇങ്ങനെ ചെയ്തത്? ആ അമ്മയുടെ ഭാഗം കേൾക്കാനാണ് നമുക്ക് താല്പര്യം. നിർഭാഗ്യവശാൽ അമ്മയോടൊപ്പം നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അമ്മയാണ് മനസ്സ് തുറക്കേണ്ടത്. താൻ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊന്നത്? അങ്ങനെ കൊല്ലുവാനുള്ള സാമൂഹ്യ സാഹചര്യം എന്താണ്? അമ്മയായ എന്നെ എന്തിനാണ് ഇത് പ്രേരിപ്പിച്ചതെന്ന് പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാം, കാത്തിരിക്കാം. എന്തായാലും നുണ പരിശോധന വരുന്നു, പുതിയ തെളിവെടുപ്പ് രീതികൾ വരുന്നു. ഹരികുമാറിൻ്റെ വെളിപ്പെടുത്തൽ ആ കേസിനെ 100% ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് കേരളം കാത്തിരിക്കുന്നു. ഒരമ്മ എന്തിനാണ് മകളെ 2.5 വയസ്സ് മാത്രമുള്ള മകളെ കിണറ്റിലെറിഞ്ഞ് കൊന്നതെന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ആ കൊന്നതോ ചെയ്തതോ പ്രവൃത്തിയല്ല പ്രധാനം. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ സാമൂഹ്യ സാഹചര്യം എന്താണ്? ആരാണ് പ്രതി? സമൂഹമാണോ? കുടുംബമാണോ? ബന്ധുമിത്രാദികളാണോ?